നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ ഒരു അടാറ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇന്ന് നമ്മളൊരു അടിപൊളി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കണേ. തമിഴ്നാടിൻ്റെ ട്രഡീഷണൽ കടവൽ, വഴുതനങ്ങ കടവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അതേ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കിതേ വഴുതനങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതേ മറ്റേ വെളുത്തുള്ളിയാണ് കേട്ടോ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 തക്കാളി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കഷ്ണം ഒക്കെ വെന്തിട്ടുണ്ട്. അതേ വെള്ളം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ മല്ലിയുടെ ഇല. ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് വെച്ച വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തിടാം. ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. മുളക്, 1 സ്പൂൺ ജീരകം, പിന്നെ അതേ മല്ലി ഒന്ന് ചതച്ചെടുത്താ കേട്ടോ, മുഴുവൻ മല്ലി അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളി മൂപ്പിക്കണം. അതേ ഉള്ളിയൊക്കെ മൂത്തുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ അതേ കറിവേപ്പില. നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ ഒരു അടാറ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു അടാറ് കോമ്പിനേഷനാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കണ്ടോ?